ഈ വചനം നിലത്തിലൂടെ വീണ് അങ്ങനെ തന്നെ പോയി, കാക്കൊണ്ടുപോയി. പിന്നെ പാറപ്പുറത്ത് വീണ വചനം അതാണ് കുറച്ച് നാളെ നിൽക്കുള്ളൂ. അവരാണ് 1 മാസം കൂടി വന്ന് 2 മാസം എല്ലാം നടക്കുന്നത് ഈശോയെ. കാരണം പാറപ്പുറത്ത് വീഴുമ്പോ മഴ വരുമ്പോ വെയിൽ വന്നു, വെയിൽ വന്നപ്പോ വെയിൽ ഉണങ്ങിപ്പോയി. ഇതാ അവരുടെ അവസ്ഥ. ധ്യാനം കഴിയുമ്പോൾ നല്ല ത്രില്ലാണ് അല്ലെ, ആ വരവ് അത് കേൾക്കണം. ആ പറഞ്ഞത് 2 ആഴ്ച കഴിയുമ്പോ 2 മാസം കഴിയുമ്പോ ഇത് തന്നെ അവസ്ഥ, എല്ലാം പോയി. 3-ാമതൊരു കൂട്ടർ തീരുമാനിക്കും, ഇത് ഞാൻ പഠിച്ചത് സ്വന്തം കഴിവ് കേട്ടോ ആശ്രയിച്ചു. 6 മാസം വരെ വീട്ടിലെ കല്യാണം വരുമ്പോ ലൂക്കാ 8:14 സുഖഭോഗങ്ങള്, ധനം കേട്ടോ, ജീവിത ക്ലേശങ്ങൾ വരുമ്പോ താഴെ പോയി വചനത്തെ ഞെരുക്കിക്കളയുന്ന പല പ്രശ്നങ്ങള്, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, ഇത് അതാണ് ജീവിത ക്ലേശങ്ങൾ. പലത് വരുമ്പോ വചനത്തെ ഞെരുക്കുകയാണ്, പിടിച്ചിരിക്കാൻ പറ്റാതെ വരും. മറ്റേതോ 8:15 നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും, ആ നല്ല നമ്മുടെ ഹൃദയമാണ്. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. കണ്ടോ, അവ നല്ല നിലം വചനം വീണെങ്കില് നല്ല നിലം, നല്ല ഹൃദയത്തിൽ വീഴണം, ശുദ്ധമായിട്ട് നിർമ്മലവുമായ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് ഹൃദയം ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത്. സംഗീതം 107:20 വചനമയച്ച് ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 11:2-3 വചനത്താൽ ശുദ്ധീകരിക്കുന്ന ഏറ്റവും ലക്ഷ്യ വസ്തു നമ്മുടെ ഹൃദയമാണ്. ജെറമിയ 17:9 അത് വചനമയച്ച് ശുദ്ധീകരിക്കുന്ന, വചനം കൊണ്ടാണ്, വചനത്താലാണ്. കണ്ടോ, അപ്പൊ നമ്മുടെ നല്ല ഹൃദയത്തിലാണ് നല്ല വരുന്നത് ദീർഘക്ഷമ. എബ്രായർ 10:35-36 ദീർഘക്ഷമ വരുന്ന, ആ ദീർഘക്ഷമകളെടുത്താണ് അത് തരുന്നു. അപ്പൊ ഈ നല്ല ഹൃദയമുള്ള കൊണ്ടാണ് പറയുന്നത് യേശയ്യാ 66:2-5 ആത്മാവിൽ എളിമയും അനുതാപത്തോടെ കൂടിയുള്ള വചനം കേൾക്കണം. അപ്പൊ വചനം കേട്ട് വന്നാലോ അതോ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ദാനിയേൽ 12:12 1335 ദിവസം വചനത്തിൽ ജീവിക്കുമ്പോഴാണ് കൃപയിലോട്ട് വരുന്നത്. അതാണ് കൃപ. അത് കൃപ നമ്മുടെ ആത്മാവിന്റെ കൂടെയാണ്. ഗലാത്യ 6:18 ഈ കൃപയുടെ വടിയാണ് ഞാനെന്ന് പറഞ്ഞത് ഇല്ലേ. കൃപ പുറപ്പാട് 4:1-14 നേരത്തെ ഇതൊക്കെ വല്ല അറിയായിരുന്നാണ് കൃപ എന്താണ്. ഞാനിപ്പോ കർണാടകത്തിൽ പോയപ്പോ ഒരു സ്ഥലത്ത് ഒരു മലയിൽ ഇറങ്ങാനായിട്ട് വലിയ വീടിന്റെ മുകളിൽ ഒരു വടി തന്നു. ഞാൻ കുത്തിയാണ് അവരോട്ട് പോകുന്നത്. ആ വടി പോകുമ്പോ കൊണ്ടുവന്ന് ചോദിച്ച് വടിയെടുത്തോട്ട് വലിയ ഞാൻ എന്തിനാണ്, ഇതാണ് കൃപയെന്ന് പറയും. അവർക്ക് കൊടുത്തു കേട്ടോ. ഇനി ദൈവം ആ സ്ഥലമായിരുന്നു ഒരുങ്ങുന്നത്, ആ വടി തന്ന വീട് കേട്ടോ. അവര് തന്നെ ദൈവം ഇപ്പോഴും അവർ അനുഭവിച്ച ഭാര്യ ഭർത്താവും വളരെ സ്വത്തുണ്ടാവും അവിടെ. പക്ഷെ അവര് മുഴുവൻ പ്രവർത്തിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചപ്പോ 5 ആൺമക്കള്. ഏറ്റവും പ്രധാനം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഡിഗ്രിയാണ്. അല്ല 5 വീട്ടുവേല ചെയ്യുന്നു. കറി, കഞ്ഞി, അപ്പോ അമ്മയെ കൊണ്ട് ഒന്നും തൊടിക്കുക. അങ്ങനത്തെ മക്കള് വേണം, കൊമ്പം വെച്ചടക്കുന്ന മക്കൾ വേണം. എങ്ങനെ വേണം? അങ്ങനത്തെ വരാൻ വേണ്ടത്. അതാണ് അവിടെ ഭയങ്കരമായിട്ട് അവര് കണ്ടോ. അത് ദൈവം അവർക്ക് എല്ലാം കൊടുത്തിരിക്കുകയാണ് ദൈവത്തിന്. അതുകൊണ്ട് അവർക്ക് തീഷ്ണത, ഭയങ്കര തീഷ്ണത. അവിടെയാണ് ദൈവത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. മക്കൾ 5 ചോദിച്ചപ്പോൾ 5 2 എഞ്ചിനീയർമാരും 2 ആർക്കിടെക്റ്റും 1 ഡോക്ടറും എല്ലാം വിദേശത്തുമാണ്. അപ്പനും അമ്മയുണ്ട്. അവിടെ വീട്ടിൽ 2 വീടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ദൈവം അവിടെ കർത്താവിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനായിരിക്കും. അപ്പൊ ഈ പടിയും മേടിച്ചോണ്ട് പോകുന്നവിടെ ആ പടി എന്താണ്? കാപ്പിയുടെ പടിയത് കേട്ടോ. അതാണ് കൃപ. എനിക്ക് കൃപ എന്ന് പറഞ്ഞ പിടുത്തം കിട്ടിയില്ലായിരുന്നു. പുറപ്പാട് വായിച്ചില്ലെന്ന് പറഞ്ഞു ഇല്ലേ? അതൊന്നൊരു വായിച്ചാൽ ധരിക്കാം. മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എന്റെ വാക്ക് കേൾക്കുകയുമില്ല. വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഈ കൃപയുടെ മോശ പറഞ്ഞു, അവരെന്നെ വിശ്വസിക്കുകയില്ല, എന്റെ വാക്ക് കേൾക്കുകയുമില്ല. കേൾക്കുകയില്ല. കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. ഇത് വായിക്കുമ്പോ
യാക്കോബ് 4:6-10 കേട്ടിട്ട് വായിക്കും. കൃപ എങ്ങനെയാണ് വരുന്നത്? അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. അപ്പൊ ആരെ ചെറുത്ത് നിൽക്കണം? എളിമ വന്നാലും പിശാചിനെ ചെറുത്ത്. അപ്പൊ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. എങ്ങനെ ഓടും? ഓടി കാണിക്കാമോ? തീർത്തിട്ട് ഓടുക. കണ്ടോ? ഓടി അകലും. വെറുതെ പറഞ്ഞാണെങ്കിലില്ല. കണ്ടോ? ഇതെല്ലാം അനുഭവത്തിൽ കൂടിയാണ്. അതിൽ 1 യോഹന്നാൻ 1:1-3 ഞങ്ങൾ കേട്ടതും അനുഭവം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. കണ്ടോ? ഞാൻ ഇപ്പൊ പോന്ന 5 മണിക്ക് പറഞ്ഞ ഒരു പൈസ ശക്തി പറഞ്ഞ 5 മണിക്ക് വിട്ടുപോകുള്ളത്. ഞാനപ്പം അടയാളം അടച്ചാൽ പോകുന്നത് എല്ലാ ആഴ്ചയിലും പറയും. ജൂൺ 20-ാം തീയതി 5 മണി. അല്ല, അതാണ് വെളിപാട് 2:24 എഴുതപ്പെട്ടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എബ്രായർ ബാബുക്ക് 4:35 ആ വനമാണ്. വർഷങ്ങളായിട്ട് വസിക്കുന്ന അയ്യപ്പനും ഭഗവതി പോകുന്നതാണ്. 2-നെയും ബന്ധിച്ചിരുന്നു 5 മണിക്ക് ബന്ധിച്ചിട്ടാ പോകുന്നത്. ഇപ്പൊ ഒന്ന് ബന്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശക്തരാണ്. നമ്മൾ ശക്തരാണ്. അല്ലേ? അത് 1 യോഹന്നാൻ 2:14 വചനം നിങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ദുഷ്ടനെ തോൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ശക്തരാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളവൻ ആരാണ്? വചനമാരാണ്? ഈശോ. വെളിപാട് 19:13 ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും വലുതാണോ? താഴ്ത്തവനാണ്? വലുതാണ്, ശക്തനാണ്. 1 യോഹന്നാൻ 4:4. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, വചനം ആരുടെ അടുക്കിലോട്ട് വരുന്നു? അവരുടെ ദൈവങ്ങൾ. മറന്നു പോവുക. യോഹന്നാൻ 10:36 വചനം സ്വല്പം വേണം, നന്നായിട്ട് വേണം, അറിഞ്ഞു വേണം, നന്നായി അറിയപ്പെടാണോ, ഉള്ള ക്രൈസ് വേണം. 2:19 ക്രൈസ്തവ അവൻ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കാതെ. കണ്ടോ? അപ്പൊ മറിയം വന്ന് നിങ്ങളുടെ കൂടെ ഇരുന്നാലോ സന്തോഷമായിരിക്കും. ഇതുപോലെ തന്നെ വിശുദ്ധരൊക്കെ നിങ്ങളുടെ ഇടയിൽ കയറിയിരുന്നാലോ സന്തോഷമായിരിക്കും. എന്ത് ഹാപ്പിനെസ് ആയിരിക്കും. ദുഃഖം ഉണ്ടാവുമോ? അവരുമായിട്ട് സംസാരിച്ചാല്. കേട്ടോ? അതാണ്. അപ്പോ ഈ വചനം വരുമ്പോഴാണ് നല്ല നിലത്ത് വേണം. അവിടെയാണ് ഈ റൂട്ട് ഇരുവയലും. യാക്കോബ് 4:6-10. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. അപ്പൊ ഇവിടെ യാക്കോബ് പറയുന്ന വിശേഷം ഓട, അല്ലേ?